നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 ഓരോ ദിവസവും സേക്കാർക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പല വിദ്യാർത്ഥികളും സാറേ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് ടെൻഷനാണ്. ടെൻഷൻ അടിക്കേണ്ട സമയമല്ല. ടെൻഷൻ അടിച്ചാലും നമുക്ക് ഒറ്റ റിസൾട്ടേ വരാവുള്ളൂ, ഗംഭീര വിജയം. ചിലർ ഗംഭീര വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. വേണ്ട സാറേ, മിനിമം നിങ്ങൾക്ക് കമൻസ് ഇതാ, മിനിമം വിജയം എനിക്ക് 18 മാർക്ക് മതി, ഡബിൾ പാസ് മാർക്ക് വേണം സാറേ, എന്നാലേ നമുക്ക് ഓക്കെ ആകത്തുള്ളൂ. കാരണം ഇതോടുകൂടി +1 എല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ലോട്ടറി അടിച്ചു. അതായത് നമ്മൾ കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനുള്ള സമയമാണിപ്പം. കാരണം ഞാൻ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ വർഷം വലിയ കുഴപ്പമില്ലാത്ത പാറ്റേണിലാണ് നമ്മൾ കൃത്യമായിട്ടും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അധ്യാപകരോട് എപ്പോഴും നമ്മൾ ആ ഗ്രൂപ്പുകളിലും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് അറിയുന്നതാണ്. പാറ്റേണിൽ വലിയ വ്യത്യാസം സയൻസിനോ കൊമേഴ്സിനോ ഹ്യൂമാനിറ്റീസിനോ ഇല്ല ഈ വർഷത്തെ സെയ്ക്ക്. പക്ഷേ അടുത്ത വർഷത്തെ റെഗുലർ ബാച്ചിനും സെയ്ക്കും ഒക്കെ ഈ വട്ടത്തെ +2 ബാച്ചിന് തന്നെ പാറ്റേണിന് വ്യത്യാസം വന്നു. ക്വസ്റ്റ്യൻ പാറ്റേൺ ടഫായി അല്ലേ? പക്ഷേ ഈ വട്ടത്തെ സെയ്ക്ക് അത്രയും പാറ്റേൺ ടഫാണോ ഈസിയാണ്, ചിലർ ഈസിയാണ്, ചിലർ ടഫാണ്, അങ്ങനൊന്നുമല്ല. ക്വസ്റ്റ്യൻ വരുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. വേണമെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പറയാം ഭയങ്കര ഈസി ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ടഫായിരിക്കും, അങ്ങനല്ല. പക്ഷെ അത് പാറ്റേൺ വ്യത്യാസം വരുന്നില്ല എന്ന് പറയുന്നൊരു സന്തോഷ വാർത്ത തന്നെയാണ്. കാരണം നിങ്ങൾ പഠിക്കുന്നതൊക്കെ ഏകദേശം നല്ലപോലെ പഠിച്ചിട്ട് പോയാലും ഓക്കെ. പിന്നെ ഞാൻ എപ്പോഴും പറയാറ്, കുറച്ച് മണിക്കൂർ, ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെല്ലാം ഇതാണ്, കുറച്ച് മണിക്കൂർ കണ്ടൻറ്റ്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ വീഡിയോ ക്ലാസ്സസ്, സിമ്പിളായിട്ടുള്ള നോട്ട്സ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും പഠിക്കും. ഇപ്പം ഒരു വിഷയത്തിന് 1000 രൂപ, 5 വിഷയം എടുത്താലും 2500 രൂപ, 6 വിഷയം എടുത്താലും 2500 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്യാപകർ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറിയ ഫീസ് മതി. അങ്ങനെ വെച്ച് പഠിച്ച് നമുക്ക് നല്ല മാർക്ക്, കഴിഞ്ഞ വട്ടം 99% സേക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ പഠിക്കണം. എന്നാൽ നമ്മൾ ടെൻഷൻ ലെസ്. അതാണ് ഇപ്പോൾ നാളെ ഓൺലൈൻ കുട്ടികൾക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട്, അതൊരു മോട്ടിവേഷൻ ക്ലാസ്സുകളാണ്. പഠിപ്പിച്ചതിനോടൊപ്പം നമ്മളൊന്ന് റിലാക്സ് ചെയ്യും, ഒരു ടെൻഷനും ഇല്ലാതെ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ള അല്ലെങ്കിൽ സന്തോഷിക്കാൻ നമുക്ക് കിട്ടുന്ന വാർത്തകൾ. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, പഠിക്കുക, പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. നിങ്ങളിപ്പം തോറ്റുപോയി എന്ന് പറയുന്ന വാക്കിനോട് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ തോറ്റു എന്ന് പറയുന്നതിനോട് ആ വാക്കല്ല. നിങ്ങൾ +2 പഠിച്ചു, നിങ്ങൾ ഇച്ചിരി പുറകോട്ട് ഇച്ചിരി ഉഴപ്പി അതിനൊരു ഇമ്പ്രൂവ്മെൻറ്റ് പോലെയുള്ള ഈ സേ, അതാണ് സെയ് 1 ഇയർ ഞാൻ എടുത്തു പറയുന്നത്. നിങ്ങൾ യാതൊരു ടെൻഷൻ വേണ്ട. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. നിങ്ങളൊക്കെ ഇപ്പോഴും ബാച്ചസ് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഡീറ്റെയിൽസ് ഇട്ടേക്കുക. പലരും മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നില്ല. ഇഷ്ടംപോലെ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, എല്ലാ ബാച്ചസിനും ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. റിപ്ലൈ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ആദ്യമുള്ള എല്ലാ ക്ലാസ്സിലും കിട്ടും. ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് മിസ്സാകത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് വർത്തായിരിക്കും എന്നുള്ള സംശയമില്ല. വർത്തമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചിരിക്കും എന്നുള്ളതിൽ ഈ ക്ലാസ് കണ്ട ഒറ്റ കുട്ടികൾക്കും എതിരഭിപ്രായം വരത്തില്ല. അല്ലാതെ ചുമ്മാതൊരു ക്ലാസ്സുകൾ എടുത്ത് അത് പണ്ടുമില്ല ഇന്നുമില്ല, കൃത്യമായിരിക്കും, അത് ഉറപ്പാണ്. അന്നേരം നിങ്ങൾക്ക് ചേരേണ്ടവർക്ക് നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ അതൊക്കെയാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ട് റിപ്ലൈ കിട്ടി നിങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് ആദ്യമുള്ള എല്ലാ ക്ലാസ്സും കണ്ട് ഈസി ആയിട്ട് പഠിക്കാം. ഇവിടെ ജൂൺ 5, 6 തീയതിക്ക് മുമ്പ് നമ്മുടെ ഫുൾ പോർഷൻസ് തീർത്ത് റിവൈസ് ചെയ്ത് പാട്ട് പാടി പഠിക്കാം. നെവർ എവർ ഗിവ് അപ്പ്.